म्यूजिक धमाका। Only on Radio Media Village. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻസിനെ ഈ വീട്ടിലേക്ക് വിളിക്കാം. അജയ് അഗസ്റ്റിൻ. അജയ് എവിടുന്നാണ് വരുന്നത്? ഞാൻ തിരുവഞ്ചൂർ. തിരുവഞ്ചൂർ എവിടെയാണ്? തിരുവഞ്ചൂർ 4 മണിക്കാണ്ട് അടുത്തായിട്ട് കുരിശുപള്ളി എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. കുരിശുപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ വേറെന്താണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഡെവൻ ഫുഡ് എന്ന് പറയുന്ന കറി മസാല കമ്പനിയിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നു. കറി മസാല കമ്പനിയിലാണ്. അപ്പം മസാല കൊണ്ടൊക്കെ വീട്ടിൽ പോകാറുണ്ടോ? ഓക്കെ. ഇന്ന് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ് എടുത്തിരിക്കുന്നത്? ഞാൻ ഗന്ധർവൻ സിനിമയിലെ ദേവി എന്ന് പറഞ്ഞ പാട്ട്. ദേവി എന്ന് പറയുന്നത് ഓ അടിപൊളി പാട്ടാണല്ലോ. സോ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. തകർത്ത് പാടുക കേട്ടോ. ഓക്കെ. ദേവി ആത്മരാഗമീരാം കന്യാവനി സുഖദം കളഗാനം പകരാനണയോ ഗന്ധർവ വീണയാകൂ നീ ദേവി. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമാ നിറയും നിൻ ശ്രുതിയിൽ ഇന്ദാനാപം ഗമരി റിമപനിധനി മപനി സാനി സനി സനി ബമ ബമരി സനി സരി ബപ സരി ബപ. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമാ നിറയും നിൻ ശ്രുതിയിൽ ഇന്ദാനാപം മദനയാമിനി ഹൃദയ സൗരഭം തരണമാം ശലഭങ്ങളായി നുകരാൻ നീ വരൂ വന്ദം ദേവി. പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരൂ ഇന്നാരോ നാദം. പാർവണങ്ങൾ തേടും
വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരൂ ഇന്നാദം മഞ്ഞണിഞ്ഞൊരീ ഗന്ധമാദകം തളിരിടും മതമാകുവാൻ മഴവിൽ തേരിറങ്ങി ഞാൻ ദേവി ആത്മരാഗമീത കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. അജയ് പേടിച്ചു പോയോ? സോ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് പാടിയിട്ട്? കുഴപ്പമില്ലായിരുന്നോ? അപ്പൊ എന്തായാലും നമുക്ക് അവരോട് ചോദിക്കണോ അതോ നേരെ അവരോടിലേക്ക് പോവാം. അനിന് സാർ. അജയ് എന്തോ ഓക്കെ. പാട്ട് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട് വന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ജോൺസൺ മാഷ് കോലെ കൈതപ്പുറത്തിൻ്റെ കൂട്ടുകെട്ടിലെ ദാസേട്ടൻ പാടിയ ഞാൻ ഗന്ധർവൻ അല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേക റൂട്ടിലാണ്, പ്രത്യേക ഒരു രാഗമാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. ഗന്ധർവന് വേണ്ടിയിട്ടുള്ള പാട്ട്. യെസ് യെസ്. പിന്നെ ഒരു ഹിന്ദുസ്ഥാനി ടച്ചസോട് യെസ് യെസ്. മിയാൻ മൽഹർ എന്ന് പറഞ്ഞ ഒരു റെയർ മലയാള പാട്ടുകളിലധികം മതിയില്ല, എന്തൊക്കെ പ്രത്യേകതകളുണ്ട്. ആ ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഫസ്റ്റ് ഹമ്മിങ് ചില അല്ലേ കിട്ടുന്നില്ല അതല്ലേ, അങ്ങോട്ട് തൊണ്ടയിലോട്ടൊന്ന് വഴങ്ങാത്തതുപോലെ, അതോ പ്രാക്ടീസിന് കുറവാണോ എന്തോ എനിക്ക് അതൊരു ചില ടഫാണോ പൊതുവേ പാട്ട് വെച്ച ടഫാണ്. പിന്നെ സംഗതികൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ സ്വരങ്ങൾ പാടിയത് സ്വരങ്ങൾ കറക്റ്റാണ്, പക്ഷേ എങ്കിലും സ്വരങ്ങളുടെ ഒരു പിച്ചിങ് ശുദ്ധത, സ്വരങ്ങൾ പാടുമ്പോൾ ശുദ്ധത. ക്ലാസിക്കൽ പഠിച്ചാണോ? ഇല്ല പഠിച്ചിട്ടില്ല. യെസ്. അത് കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെയുള്ള പാട്ട് പാടണമെങ്കിൽ ടാലൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പാടാം. ഇച്ചിരി പഠിക്കുകയും കൂടി ചെയ്താൽ അല്ലേ സാറ്, പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് പിന്നെ ആ രാഗത്തെ ചുവകളൊക്കെ നല്ല കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്ത് പാടാം, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ക്ലാസിക്കൽ പഠിക്കണമെന്നൊന്നുമില്ല, പഠിച്ചാൽ നമുക്കതൊരു ഹെൽപ്ഫുള്ളായിരിക്കും പാടാൻ. അപ്പോൾ അതുകൊണ്ട് സംഗതികൾ പിന്നെ ഫസ്റ്റ് ഹമ്മിങ് അവിടെയൊക്കെ ഒരു പിച്ചിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. മൊത്തത്തിൽ പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ വെൽഡൺ. ഓക്കെ, മൊത്തത്തിൽ പാട്ട് നന്നായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത സാറിലേക്ക് പോവാം. ജിജൻ സാർ. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഓവറോൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ആദ്യം ആലാപിൽ ചെറിയ അല്ലേ സ്ലിപ്സ് വന്നതായിട്ട് സ്വന്തമായിട്ട് മനസ്സിലായി. അതാണ് പ്രത്യേകിച്ച് അത് മനസ്സിലായെന്നുള്ളതാണ്, കണ്ടുപിടിക്കുക മനസ്സിലാകുന്നുള്ള ഒരു കഴിവ് തന്നെയാണ്, അതൊരു വലിയ ഗുണം തന്നെയാണ്. പിന്നെ മുന്നോട്ടുള്ള നോട്ട്സിലൊക്കെ തിങ്സിലൊക്കെ ഇച്ചിരി സാറ് പറഞ്ഞ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുത്താൽ നമുക്ക് ശരിയാക്കി എടുക്കാം. നമുക്ക് പാട്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാടി നമ്മൾ കേട്ട് അല്ലെങ്കിൽ ആരെയും ഒന്ന് കേൾപ്പിച്ച് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുത്താൽ നന്നാക്കുന്ന നല്ല ടാലൻ്റ് ഉണ്ട്, നന്നാക്കി എടുക്കുക. ഓക്കെ, ഗുഡ്. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പം സെമി ക്ലാസിക്കൽ റൗണ്ടിൽ അജയ് ആണ് ഇപ്പോൾ മത്സരിച്ചത്. നമുക്ക് സന്തോഷത്തോടുകൂടി അജയിനെ പറഞ്ഞുവിടാം. നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത പാട്ടിലേക്ക് കാണാം കേട്ടോ. സോ താങ്ക് യു വെരി മച്ച് അജയ്.